ശരിക്കും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള മനസാക്ഷിയെ തട്ടി ഉണർത്തിയ ഒരു ദാരുണമായ സംഭവമാണ് കൽക്കട്ടയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അരങ്ങേറിയത്. രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട അവിടെ വരുന്നത്. ഒന്ന്, ഇന്ത്യയിലെ സ്ത്രീകൾ എന്തുമാത്രം സംരക്ഷിതരാണ്. രണ്ട്, ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ചുള്ളത്. ഡോക്ടർമാരടങ്ങുന്ന മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർ 24/7 365 ഡേയ്സും ജോലി ചെയ്യേണ്ട, രാത്രിയിലെന്നോ പകലെന്നോ വെളുപ്പം രാവിലെയെന്നോ ഇല്ലാത്ത രീതിയിൽ 36 മണിക്കൂറും 48 മണിക്കൂറും പല രീതിയിൽ ഡ്യൂട്ടി എടുക്കാൻ ബാധ്യസ്ഥരായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ വരുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായുള്ള ജോലി നോക്കുള്ള സംരക്ഷണ പ്രദേശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ ഒരുപാട് പേർ ഇതിനകത്ത് പരാജയപ്പെട്ടു. ഒരു സംരക്ഷണം ഒതുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. വളരെ അതിദാരുണമായി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത നമ്മുടെ ഒരു കുഞ്ഞു സഹോദരി മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. വളരെ വേദനയോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം കഴിച്ചുകൂടുന്നത്. പല ദിവസങ്ങളായി അങ്ങനെ തന്നെയാണ്. ശക്തമായ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലേക്ക് പോകാൻ നമ്മളെ തള്ളിവിടുന്ന ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ മെഡിക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വനിതാ ഡോക്ടർമാരും വനിതാ ആരോഗ്യ പ്രവർത്തകരാണ് ഉള്ളത്. പ്രത്യേകിച്ച് സ്റ്റാഫ് നഴ്സും ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. അവരെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു അങ്കലാപ്പ്, അവരെയൊക്കെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുണ്ടെന്ന അങ്കലാപ്പുകൾ നമുക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ശക്തമായ നിയമം നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ ശക്തമായ രീതിയിലുള്ള ഒരു ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുന്ന ശക്തമായ ആക്ട് ഇന്ത്യയിൽ ഇവിടെ ഉണ്ടാവണം. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കുകയും വേണം. കേരളത്തിൽ ശക്തമായ ഒരു ആക്ട് ഉണ്ടെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിൽ അത്തരമുള്ള ആക്ട് ഇല്ല. അത് മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ഈ കുറ്റവാളികൾക്ക് ഒരു ഡിറ്റർ എന്ന രീതിയിൽ അത് ഒഴിവാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ശക്തമായ ഒരു ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കണം. ആക്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കറിയാം എല്ലാത്തിനും ഒരുപാട് ആക്ട് ഉണ്ട്, എല്ലാത്തിനും നിയമനിർമ്മാണമുണ്ട്. പക്ഷേ എല്ലാ കുറ്റകൃത്യങ്ങളും വീണ്ടും എല്ലാ ദിവസവും നടക്കുന്ന സാഹചര്യം ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്. അത് മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ആർജവം നമ്മുടെ ഗവൺമെൻറ്റുകൾക്കും നമ്മുടെ സർക്കാരുകൾക്കും പൊളിറ്റിക്കൽ നേതൃത്വത്തിനും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കും ബ്യൂറോക്രാറ്റ്സിനും ഉണ്ടാവണം. അതാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നത് മറ്റുള്ള മേഖലയെ പോലുള്ള ആരോഗ്യ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ പകലെന്ന രീതിയിലും നമ്മളെ സംഭവിക്കുന്നത് മിക്കവാറും സർക്കാർ മേഖലയിൽ കൂടുതൽ നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ ചികിത്സയ്ക്ക് വരുന്ന പാവം പിടിച്ച രോഗികളാണ്. ഈ നമ്മുടെ ഒരു സ്വസ്ഥമായി നമുക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവരുടെ ഒരു വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ചികിത്സയാണ് അവിടെ തടസ്സപ്പെടുന്നത്. ആ ചികിത്സ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മുടെ താഴേക്കടയിലുള്ള നമ്മുടെ പാവം പിടിച്ച രോഗികൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഓരോ ആശുപത്രിയിലും നടക്കത്തക്ക രീതിയിൽ ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആരോഗ്യ സ്ഥാപനങ്ങളെ പ്രത്യേകം പ്രൊട്ടക്റ്റഡ് സോൺസാക്കി മാറ്റിക്കൊണ്ട് അതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ജോലി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കും അതുപോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷനും ഉണ്ട്. അത് അത് വാക്കുകൾ മാത്രം പോരാ, ആക്ടുകൾ മാത്രം പോരാ, നടപ്പിലാക്കാൻ വേണ്ടി ഊർജിതമായ ശ്രമം മുമ്പോട്ട് പോകണം. ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ, വിവിധ സംഘടനകൾ തന്നെ ഏകദേശം 15ഓളം വിവിധ സംഘടനകൾ ഇവിടെ സമ്മേളിച്ചിരുന്നു. ആയിരക്കണക്കിന് ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെ സമ്മേളിച്ചിരുന്നു. നമ്മുടെ എല്ലാ മനസ്സിലും അങ്കലാപ്പ് അത് തന്നെയാണ്. നാളെ ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ നമ്മുടെ സഹപ്രവർത്തകർക്ക് മറ്റുള്ള ആരോഗ്യപ്രവർത്തനം സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലൊരു സംശയമുണ്ട്. നമ്മൾ ഇത്രയും ഡെവലപ്ഡ് നേഷനായിട്ട് വരാൻ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിൽ, ഇത്രയും സിവിലൈസ്ഡ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുള്ള ഇന്ത്യയിൽ വീണ്ടും നിർഭയ പോലുള്ള ഒരുപാട് അതിക്രമങ്ങൾ നമ്മുടെ കുഞ്ഞു സഹോദരിമാർക്കെതിരെ, നമ്മുടെ വനിതകൾക്കെതിരെ നടക്കുക എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാ ജനങ്ങളും ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ സമരം ശക്തമായി തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. ഇന്നിപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ ഘടകം പ്രഖ്യാപിച്ച ഈ സമരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകമാണ് ഇന്നിവിടെ ഓർഗനൈസ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ 108 ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബ്രാഞ്ചുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ KGMCT, കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് KGMOA, കേരള ഗവൺമെൻറ് ഇൻഷുറൻസ് മെഡിക്കൽ അസോസിയേഷൻ KGIMOA, കേരള ഗവൺമെൻറ് ഡെൻ്റൽ ടീച്ചേഴ്സ് യൂണിയൻ, ഇവിടെ വിവിധ കോളേജ് യൂണിയനിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള 5ഓളം കോളേജ് യൂണിയൻ്റെ പ്രതിനിധികൾ, ഹൗസ് റെൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ, വിവിധ കോളേജിൽ നിന്നുള്ള PG അസോസിയേഷൻ പ്രതിനിധികൾ, അതുപോലെ തന്നെ ഡെൻ്റൽ വിഭാഗം ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ, ഡെൻ്റൽ വിഭാഗത്തിൽ തന്നെ അവരുടെ റെസിഡൻറ്റ് ഡോക്ടർമാർ, അവരെ PG സ്റ്റുഡൻസ്, അതിൽ RCC നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലുള്ള റെസിഡൻറ്റ് ഡോക്ടർമാരുടെ സംഘടനകൾ, ശ്രീത്ര മെഡിക്കൽ കോളേജിലെ സംഘടനകൾ, ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാവിധ സംഘടനകളും വളരെ ശക്തമായി തന്നെയാണ് ഈ സമരത്തെ മുന്നിൽ കാണുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അത് വളരെ ശക്തമായ രീതിയിൽ അത് പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണം തന്നെ ആയിരിക്കും. അത് ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണം, ഇന്ത്യയുടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശക്തമായ രീതിയിൽ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.